തീപിടിച്ച വാൻഹായ് കപ്പലിലെ ലൈഫ് ബോട്ട് ആലപ്പുഴ തീരത്തടിഞ്ഞു. പറവൂർ അറപ്പപ്പൊഴി തീരത്താണ് ലൈഫ് ബോട്ട് അടിഞ്ഞത്. ലൈഫ് ബോട്ടിൽ വാൻഹായ് സിംഗപ്പൂർ എന്ന മുദ്രയുണ്ട്. രഘുനാഥ് വിശദാംശങ്ങളുമായി ചേരുന്നു. രഘു, നമ്മളെ പിന്തുടർന്നുകൊണ്ട് ഇമാതിരി ആശങ്കകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ രഘു? ഒന്ന് മഴയുടെ ആശങ്കയിലാണ് നമ്മളല്ല, അതിനു മുൻപ് ഒരു കപ്പൽ കത്തിയതിന്റെ ആശങ്ക ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ആശങ്കകളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പൊ ഇതാ തീരത്ത് വീണ്ടും ഒരു ലൈഫ് ബോട്ട് അടിഞ്ഞിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ രഘു? മോത്തി, ഇന്നലെ രാത്രിയാണ് ഈ അറപ്പപ്പൊഴിയിൽ, ഞാനിപ്പോഴുള്ള അറപ്പപ്പൊഴിയിൽ ഈ ലൈഫ് ബോട്ട് വന്ന് അടിഞ്ഞത്. അതിനകത്ത് വാൻഹായ് സിംഗപ്പൂർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ണൂർ മുങ്ങിയ കപ്പലിൻ്റെ നിന്ന് വന്നതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെ വേഗത്തിലെത്താൻ വേണ്ടി സാധിച്ചു. നിലവിൽ ഈ പൊഴിയിൽ വടം ഉപയോഗിച്ച് ഈ ചെറിയ ബോട്ടെന്നോ അല്ലെങ്കിൽ രക്ഷാ ബോട്ടൊക്കെ കെട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ധാരാളം നാട്ടുകാർ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, കാണാൻ വേണ്ടി വന്നാണോ? അതെ. മത്സ്യത്തൊഴിലാളിയാണോ? അതെ അതെ. ഇങ്ങനെ ഇതൊക്കെ വന്ന് തീരത്തടിയുന്നതിൽ ആശങ്കയുണ്ടോ? ഇത് ആശങ്കയില്ല. നമ്മുടെ അതിൻ്റെ പേര് കപ്പലേന്ന് പോയത് അത് കയറുമ്പോഴേ പേടികൾ. ഇത് പിന്നെ ടക്കല്ല, ആളുകളൊക്കെ കയറുന്നത്, അതിന് പേടിയൊന്നുമില്ല. കണ്ടെയ്നറൊക്കെ വരേ കൊടുക്കുന്നൊക്കെ ഭയമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇപ്പോൾ അടിഞ്ഞു കയറുമ്പോൾ തുടരുന്നതൊക്കെയല്ലേ പറഞ്ഞിരിക്കുക അല്ലേ, അതുകൊണ്ടുള്ളൊരു പേടിയുണ്ട്. ഇന്ന് പോയില്ലേ കടലിൽ? ഇന്ന് പോയില്ല, ഇന്ന് കടൽ കൂടുതലാണ്, ആരും പോയിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് പോലെ തന്നെ ഇന്ന് നല്ല കടലുണ്ട്. ഇതിനേക്കാൾ കൂടുതലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കടൽ. ആ രാത്രിയിൽ നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്നാണ് ഈ വടം ഉപയോഗിച്ച് ഇത് ഇവിടെ തീരത്തേക്ക് കെട്ടി അടുപ്പിച്ചത്. തുടർ നടപടികൾ എന്തായിരിക്കും? ഈ ലൈഫ് ബോട്ട് അവിടെ നിന്ന് നീക്കുമോ അതോ തീരത്ത് തന്നെ തുടർ പരിശോധനകൾക്കായി അവിടെ തന്നെ ഉണ്ടാവുമോ? വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് രഘു? ഇതിനകത്ത് മറ്റ് രാസവസ്തുക്കളൊന്നുമില്ല എന്ന് ഇപ്പോൾ നിലവിൽ തന്നെ പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി കൊച്ചിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷമായിരിക്കും ഇത് ഇവിടെ നിന്ന് മാറ്റുക. നമുക്ക് കൂടുതൽ അടുത്തതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഒരാൾ പൊക്കത്തിൽ കൂടുതൽ ഉയരമുണ്ട് ഈ ബോട്ടിന്, ഒപ്പം തന്നെ ഒരു 10 അടിയിലധികം നീളവുമുണ്ട്. ഇതിനകത്തേക്ക് 2-3 വാതിലുകളുണ്ട്. അതുവഴി അതായത് കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ അതിനകത്ത് ജീവനക്കാർക്കും മറ്റും രക്ഷപ്പെടാൻ വേണ്ടി സൂക്ഷിക്കുന്ന സുരക്ഷാ ബോട്ടാണിത്. ഇതുവഴി അകത്തേക്കൊക്കെ ആളുകൾ മുൻപേ കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസൊക്കെ അവരെ ഇടപെട്ട് തടഞ്ഞിട്ട് അത് നമ്മൾ നോക്കിയപ്പോൾ ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള ഉപകരണങ്ങളുണ്ട്. ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടാണിത്. നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ പലതവണ കണ്ടിട്ടുള്ളതുമാണ്. എന്തായാലും തീരത്തെ ജനങ്ങൾക്ക് ഇന്നലെ രാത്രി വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇതെന്താണ് വരുന്നത്, പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾ മുമ്പേ നമ്മളോട് പറഞ്ഞതുപോലെ കണ്ടെയ്നർ ആണോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. രാത്രിയായിരുന്നു, അതിശക്തമായ തിര, ഇപ്പോഴുള്ള തിരയിൻ്റെ നല്ല ഉയരത്തിലുള്ള തിരയായിരുന്നു അപ്പോഴുണ്ടായിരുന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വേഗത്തിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി, ബന്ധപ്പെട്ട തീരദേശ സേനയും അവിടെ തീരദേശ പോലീസും ഒക്കെ എത്തി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കും. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വായിക്കാൻ വേണ്ടി സാധിക്കും. വാൻഹായ് സിംഗപ്പൂർ എന്നുള്ള ബോർഡ് തന്നെയുണ്ട്. അപ്പോൾ കപ്പലിൽ നിന്ന് ഒഴുകി വന്നാൽ പിന്നെ മോത്തി പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും കത്തുന്നതോ പൊട്ടുന്നതോ ആയ വസ്തുക്കളുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് തന്നെ മനുഷ്യർക്ക് ആശങ്കയുണ്ടാവും. അതിൻ്റെ ഒന്നും അടിസ്ഥാനം നിലവിലില്ല. ഉച്ചയോടുകൂടി ഉദ്യോഗസ്ഥരെത്തി ഇതെന്താണ് ചെയ്യേണ്ടത്, നിലവിൽ ഇവിടെ തന്നെ സൂക്ഷിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റേതെങ്കിലും പൊഴി ആയതുകൊണ്ട് ഇവിടെ തിരയോ അല്ലെങ്കിൽ ഒഴുക്കോ ഒക്കെ വന്നാൽ അത് കെട്ടി നിർത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ ജോലി ആയതുകൊണ്ട് മറ്റേതെങ്കിലും സുരക്ഷിത ഇടത്തേക്ക് മാറ്റാനാണ് സാധ്യത. അധികൃതർ വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്യുമെന്ന് തന്നെ കരുതുന്നു. ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്ക്, തീരത്ത് താമസിക്കുന്നവർക്ക് അതൊരു ആശങ്ക തന്നെയാണ്. രഘുനാഥ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ